الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد اتقوا الله عباد الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പരമദയാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പിൻപറ്റുകയും മുസ്ലിങ്ങളും മുവഹിദുകളുമായി മരണം വരിക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെവരെയും സ്വർഗാനുഗ്രഹികളായി പരിഗണിക്കുമാറാകട്ടെ. ലോകത്ത് ഒട്ടേറെ നേതാക്കന്മാരെയും പരിഷ്കർത്താക്കളെയും പരിചയപ്പെടുന്നവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. ഇവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യതിരിക്തമാകുന്നത് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും മാതൃക കാണിച്ചിട്ടുള്ള ഒരു നേതാവ്, പിന്തുടരപ്പെടാൻ അർഹതയുള്ള ഒരു വ്യക്തി എന്ന പരിഗണനയിലാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ കൈവഴികളിലും കൃത്യവും വ്യക്തവുമായ മാതൃക സമർപ്പിച്ചിട്ടുള്ള പ്രവാചകനെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നാം കാണുന്നത്. ഒരു ബാലൻ ആയി ജീവിക്കുന്ന ഒരാൾക്ക് താൻ ഇടപെടുന്ന ഓരോ രംഗങ്ങളിലുമുള്ള തെറ്റുകൾ ജീവിതത്തിൽ പിൻപറ്റാതെ നന്മയുടെ ഭാഗത്തു തന്നെ നിലയുറപ്പിച്ചിട്ടുള്ള ഒരു നല്ല ബാലൻ, ഒരു നല്ല കുട്ടി എന്ന നിലയ്ക്ക് പ്രവാചകന്റെ മുമ്പുള്ള ജീവിതത്തിൽ നമുക്ക് മാതൃകകൾ കാണാൻ കഴിയും. ഒരു യുവാവ് എന്ന നിലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ എവിടെയും ധീരതയോടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന, നന്മയുടെ പക്ഷത്ത് മറ്റൊരാളെയും ഭയപ്പെടാതെ സമൂഹത്തിലുള്ള ആളുകളൊക്കെയും വിശ്വസ്തൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വത്തെ പ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയും. നന്മയുടെ മാർഗത്തിലും ദീനിന്റെ മാർഗത്തിലും സഹകരിക്കുന്നവർക്ക്, അവർ യുവാക്കളാണെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്നതാണ് എന്ന അധ്യാപനം നിർവഹിച്ചിട്ടുള്ള
യുവത്വത്തിന് മാതൃക കാണിച്ച ഒരു പ്രവാചകനെയാണ് നാം കാണുന്നത്. ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് തന്റെ പ്രിയതമയായ നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവായി അവർ കഴിച്ച പാത്രത്തിന്റെ അതേ ഭാഗത്ത് കഴിക്കുകയും അവർ കുടിച്ച പാത്രത്തിന്റെ അതേ ഭാഗത്ത് തന്നെ ചുണ്ടുവെച്ച് കുടിക്കുകയും ചെയ്ത് മാതൃക കാണിച്ചിട്ടുള്ള ഒരു ഭർത്താവിനെ പ്രവാചകനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു പിതാവെന്ന നിലയ്ക്ക് തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും സലാം പറഞ്ഞാദരിക്കുകയും നെഞ്ചിന്റെ ചൂടിലേക്ക് ചേർത്തുവെച്ച് ഉമ്മ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പിതാവിനെ പ്രവാചകനിൽ നിന്ന് കാണാൻ കഴിയും. ഒരു അമ്മോശൻ കാക്ക എന്ന നിലയ്ക്ക് പ്രവാചകനെ പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ തന്റെ പ്രിയപ്പെട്ട മരുമകൻ അലി റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണോ പ്രവാചകൻ കണ്ടിട്ടുള്ളത്, ആ മാതൃക ഒരമ്മോശൻ കാക്ക എന്ന നിലയ്ക്ക് പ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു പിതാമഹൻ എന്ന നിലയ്ക്ക് പ്രിയപ്പെട്ട പേരമക്കൾ പ്രവാചകന്റെ നമസ്കാരവേളയിൽ സുജൂദിൽ കിടക്കുമ്പോൾ തോളിൽ കയറിയിരിക്കുകയും അവർ കലോസരങ്ങളൊന്നുമില്ലാതെ അവർ എപ്പോഴാണോ സ്വയമേവ തോളിൽ നിന്ന് സുജൂദിന്റെ സമയത്തിറങ്ങിപ്പോകുന്നത് അതുവരെ ദീർഘമായി സുജൂദിൽ കിടന്ന ഒരു വല്ലുപ്പയുടെ ചരിത്രം നമുക്ക് പ്രവാചകനിൽ മാതൃകയായി കാണാൻ കഴിയും. ഹസനെയും ഹുസനെയും ഇത്രമേൽ സ്നേഹിക്കുകയും ഒരുമിച്ചു ചേർക്കുകയും ചെയ്തിട്ടുള്ള ഒരു പിതാമഹനെ നമുക്ക് പ്രവാചകനിൽ കാണാൻ കഴിയും. ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് പാഠങ്ങൾ കേൾക്കുകയും കേട്ടത് കൃത്യമായി ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് പഠിച്ചു പകർത്തി പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ പ്രവാചകനിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഒരധ്യാപകൻ എന്ന നിലയ്ക്ക് പരിഗണിക്കുമ്പോൾ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, എനിക്ക് വ്യഭിചരിക്കണം എന്ന്. പ്രവാചകൻ അതിന് അനുവാദം കൊടുത്തു, നിനക്ക് വ്യഭിചരിക്കാം, പക്ഷേ ചില നിബന്ധനകൾ പറഞ്ഞു. നീ നിന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നത് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിന്റെ ഭാര്യയെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരാൾ നിന്റെ മകളെ ശരീര സമ്പർക്കത്തിലേർപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുവോ? ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല. നിന്റെ സഹോദരിയെ അതിന് വ്യഭിചരിക്കുന്നതിന് കാരണമാക്കുന്നതിന് നീ ആഗ്രഹിക്കുമോ? ഇല്ല. എങ്കിൽ നിനക്ക് വ്യഭിചരിക്കാവുന്നതാണ്. പക്ഷേ വ്യഭിചാരത്തിനു വേണ്ടി നീ ഉപയോഗിക്കുന്ന സ്ത്രീ ഉമ്മയോ ഭാര്യയോ സഹോദരിയോ മകളോ ആകാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചുകൊടുത്തു. എനിക്കെത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നുവോ വ്യഭിചാരം, അതെന്റെ ജീവിതത്തിൽ അത്രമേൽ അമർഷമുള്ള ഒന്നായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് തിരിച്ചു പറഞ്ഞ് ആ പള്ളിയിൽ ഒരധ്യാപകനിൽ നിന്ന് ശിക്ഷണം കേട്ടിട്ടുള്ള, എങ്ങനെയാണൊരു കാര്യത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതിന്റെ മനഃശാസ്ത്ര തത്വങ്ങൾ പഠിപ്പിച്ച ഒരു അധ്യാപകനെ പ്രവാചകനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു പരിഷ്കർത്താവ് എന്ന നിലയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന്, അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുന്ന സമയത്ത് കറുത്തവന്റെ മകനെ എന്നൊരു വാക്കുച്ചരിച്ചപ്പോ, നിന്നിൽ ഇനിയും ജാഹിലിയത്തിന്റെ അംശങ്ങൾ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ച് ഒരു പരിഷ്കർത്താവ് എങ്ങനെയാണ് മറ്റുള്ള ആളുകളോട് പരസ്പര നീതിയിൽ വർത്തിക്കേണ്ടത് എന്നതിന്റെ മാതൃക കാണിച്ചു കൊടുത്തിട്ടുള്ളത് പ്രവാചകനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും.
ഒരു ജേതാവ് എന്ന നിലയ്ക്ക് പ്രവാചകനെ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ ഒരു അറബ്യൻ സാമ്രാജ്യത്വത്തെ മുഴുവൻ തന്റെ കീഴിൽ കൊണ്ടുവന്നപ്പോ തനിക്കേറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചു ലഭിച്ചിട്ടുള്ള ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കടിച്ചു തുപ്പി ജീവിതത്തിൽ അമർഷം പ്രകടിപ്പിച്ച ഹിന്ദിനും ജീവിതത്തിന്റെ ഏറ്റവും വലിയ താങ്ങായി മാറിയിട്ടുള്ള മദീന ജീവിതത്തിന് അരങ്ങൊരുക്കിയിട്ടുള്ള മിസ്അബ് ബിൻ ഉമൈറിനെ പോലെയുള്ള ആളുകളോട് കാണിച്ചിട്ടുള്ള സമീപനങ്ങൾക്ക് മാപ്പ് കൊടുത്തിട്ടുള്ള ഒരു ജേതാവിനെ പ്രവാചകനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ജീവിതത്തിന്റെ ഒരു യുദ്ധസന്നാഹം വരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് യുദ്ധം നടത്തേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒട്ടേറെ മാതൃകകൾ പ്രവാചകനെന്ന യുദ്ധയോദ്ധാവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ പ്രവാചകനിൽ മാതൃക അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ ഭൂമിയെ നിങ്ങൾ നശിപ്പിക്കരുത് എന്നു മാത്രമല്ല, വിളവെടുക്കുന്നവരുടെ അവകാശത്തിൽപ്പെട്ടതാണ് ഭൂമി എന്ന് പരിചയപ്പെടുത്തി അന്ത്യനാളിന്റെ സന്ദർഭത്തിൽ നിന്റെ കയ്യിൽ ഒരു വിത്ത് ബാക്കിയുണ്ടെങ്കിൽ ആ വിത്തിന്റെ അംശം ഒരു ചെടിയുടെ ശിശിരം നീ ഭൂമിയിൽ നിക്ഷേപിച്ചിരിക്കണം എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനെ പ്രവാചകനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിന്റെ എല്ലാ കൈവഴികളിലും സമൂഹത്തിന്റെ എല്ലാ മാർഗങ്ങളിലും ഒരു രാജ്യത്തിന്റെ എല്ലാ ഇടപെടങ്ങളിലും മാതൃകകൾ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്രവാചകനെയാണ് നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ കാണാൻ കഴിയുന്നത്. ലോകത്തൊരു മനുഷ്യനും കിടന്നുറങ്ങിയപ്പോൾ എവിടേക്ക് ചെരിഞ്ഞാണ് കിടന്നുറങ്ങിയത് എന്ന് സ്വയമേവ ആത്മഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളതിൽ നിന്നല്ലാതെ വായിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു നേതാവോ ജേതാവോ ആയിട്ടുള്ള വ്യക്തി തന്റെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോ ഏത് കാല് വെച്ചാണ് കിടന്നത്, ഏത് കാല് വെച്ചാണ് പുറത്തേക്ക് വന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ചരിത്രത്തിലെവിടെയും കാണാൻ കഴിയില്ല. എന്നാൽ 200ഓളം കോടി വരുന്ന മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഇടതടവില്ലാതെ തെറ്റുകുറ്റങ്ങളില്ലാതെ അനുധാവനം ചെയ്യുന്ന ഏക മാതൃകയായി പ്രവാചകന്റെ ജീവിത മാതൃകയെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എങ്ങോട്ട്, ഏത് വഴിയിൽ എങ്ങനെ ജീവിക്കണം എന്നതിന് ഇത്രമേൽ മാതൃക പകർന്നു തന്നിട്ടുള്ള ഒരു പ്രവാചകനെയാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബിയിൽ നാം കാണുന്നത്. അതുകൊണ്ടുതന്നെയാണ് വിശുദ്ധ ഖുർആൻ പ്രവാചക മാതൃകയെ സംബന്ധിച്ചു പറയുന്നിടത്ത് ഉസ്വത്തുൻ ഹസന എന്ന ഭാഗം ഉപയോഗിച്ചിട്ടുള്ളത്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമുൽ ആഖിർ, പരലോകത്തെയും അല്ലാഹുവിനെയും കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയിൽ അനുധാവനം ചെയ്യാൻ കഴിയുന്ന ഉത്തമ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി തരികയാണ്. ഖുർആനിൽ പ്രവാചകന്റെ മാതൃകയുമായി ബന്ധപ്പെടുത്തി പറയുന്ന 3 പദങ്ങളിൽ ഒരു പദമാണ് ഉസ്വ എന്ന് പറയുന്നത്. ഉസ്വത്തുൻ ഹസന എന്നത് കേവലം അന്വേഷിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു മാതൃക എന്ന നിലക്കല്ല, നേരെ മറിച്ച് എല്ലാ അർത്ഥത്തിലും പിന്തുടരാൻ കഴിയുന്ന മാതൃകയുടെ ആത്മാവ് കൃത്യമായി ചേർന്നിട്ടുള്ള ഒരു പദമാണ് ഉസ്വത്തുൻ എന്ന് പറയുന്നത്. ഖുദ്വത്തുൻ, മിസാലുൻ എന്നൊക്കെ അറബിയിൽ ഉപയോഗിക്കാറുണ്ട് മാതൃകയ്ക്ക്. അതിനൊക്കെ പുറമെ തെറ്റുകുറ്റങ്ങളില്ലാതെ പരിപൂർണമായി പിന്തുടരാൻ കഴിയാവുന്ന അതിനർഹതയുള്ള ഒരു വ്യക്തിയിലേക്ക് ചേർത്തിട്ടാണ് ഉസ്വ എന്ന പദം അറബി ഭാഷയിൽ പൊതുവിൽ ഉപയോഗിക്കാറുള്ളത്. ആ അർത്ഥത്തിൽ പ്രവാചകന്റെ ജീവിതത്തെ വിശുദ്ധ ഖുർആൻ അനാവരണം ചെയ്തിട്ടുള്ളത് പ്രസ്തുത പദങ്ങൾ കൊണ്ടാണ്. അനുഗ്രഹം എന്ന് പറയുന്നതിന് ഖുർആൻ അറബി ഭാഷയിൽ റഹ്മത്തുൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ റഹ്മത്ത് എന്ന പദം പ്രവാചകനിലേക്ക് ചേർത്തുപയോഗിക്കുന്നത് പോലെ തന്നെ അതിന്റെ മുകളിൽ നിൽക്കാവുന്ന ഒരു പദം പ്രവാചകന്റെ മാതൃകയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലുൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ അവർക്ക് വേണ്ടി, സത്യവിശ്വാസികൾക്ക് വേണ്ടി നാം നിയോഗിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം ലഖദ് മന്ന, അനുഗ്രഹത്തിന്റെ പരമമായ തലമാണ്
എന്നാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. മന്ന, മിന്നത്ത് എന്നൊക്കെ പറയുന്നത് അനുഗ്രഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിന് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അതിലൂടെ ജനങ്ങളെ സംസ്കരിക്കുകയും ചെയ്യുന്ന, തത്വജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുന്ന, വേദഗ്രന്ഥത്തെ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക്, ദൈവദൂതൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പ്രവാചകനിൽ മഹത്തായ അനുഗ്രഹമാണ് ഉള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കേവർക്കും പരിചയമുള്ള ഒരു പദമാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടില്ല എന്ന കാര്യം. റഹ്മത്ത് എന്ന നിലയ്ക്ക്, മന്ന എന്ന നിലയ്ക്ക്, അതേപോലെ തന്നെ ഉസ്വ എന്ന നിലയ്ക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പിന്തുടരാൻ മതപരമായി ബാധ്യതയുള്ള മഹാവ്യക്തിത്വമായിട്ടാണ് പ്രവാചകനെ പരിചയപ്പെടേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അതുകൊണ്ടാണ് സത്യവിശ്വാസികളായ ആളുകൾ അതിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ദൈവദൂതനായി, അല്ലാഹുവിന്റെ ദൂതനായി, ദൈവദൂതനായി, അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് ആ പദത്തിനർത്ഥമില്ല. ഞാനത് ഉറക്കെ വിളിച്ചു പറയുന്നു എന്ന് ആ പദത്തിനർത്ഥമില്ല. ഷഹിദ എന്ന് പറയുന്ന പദത്തിന് ഞാൻ സ്വയം സാക്ഷ്യം വഹിക്കുകയും മറ്റൊരാൾക്ക് എന്റെ സാക്ഷിത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അഷ്ഹദു എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. ഞാൻ എന്റെ ജീവിതത്തിൽ സ്വയം അതിന് സാക്ഷിയാണ്. എന്റെ കുടുംബ, വൈവാഹിക, ഭാര്യ ഭർത്തൃ ജീവിതത്തിലേക്ക്, മാതാപിതൃ ജീവിതത്തിലേക്ക്, ഇടപഴകലുകളിലേക്ക്, എല്ലാ രംഗങ്ങളിലും ഞാൻ പ്രവാചകന്റെ മാതൃക പിന്തുടരുന്നുണ്ട് എന്നു മാത്രമല്ല, ഞാനത് പിന്തുടരുന്നുണ്ട് എന്നതിന് നിങ്ങൾ കൂടി സാക്ഷികളാണ് എന്ന് പറയുമ്പോഴാണ് അഷ്ഹദു എന്ന പദം കടന്നുവരുന്നത്. അഥവാ സ്വയം മാതൃക കാണിക്കുകയും മറ്റൊരാൾക്ക് ആ മാതൃക ബോധ്യപ്പെടുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ പദത്തിന്റെ അംഗീകാരം, ഈ പദത്തിന്റെ താൽപര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇവിടെയാണ്. എന്റെ ജീവിതത്തിൽ പ്രവാചകന്റെ മാതൃക എത്രത്തോളം അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന്. ഞാൻ രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം ഉറങ്ങുന്നതുവരെയുള്ള എന്റെ ജീവിതത്തിൽ, ഉറക്കത്തിന്റെ സന്ദർഭത്തിൽ പോലും പ്രവാചകന്റെ അനുകരണീയമായ മാതൃകകളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ പരിചയമുള്ളവരാണ് നമ്മൾ. ആ ഉദാഹരണങ്ങളെ ഓരോന്നോരോ നടത്തിയെടുത്ത് അതെന്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം പൂർത്തീകരിക്കുന്നത്. അഥവാ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് ഒരു ദിനത്തിലോ ഒരു സന്ദർഭത്തിലോ ഒരു മാസത്തിലോ പരിമിതപ്പെടേണ്ടതല്ല, മറിച്ച് നബിയുടെ ജീവിതമാണ് അനുധാവനം ചെയ്യേണ്ടത് എന്നത്. നബി സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകന്റെ ജീവിതത്തെ തന്റെ ജീവിതത്തിലേക്ക് നേരെ കാർബൺ കോപ്പിയെടുക്കുന്ന, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന രീതിക്കാണ് പ്രവാചക സ്നേഹം എന്ന് പറയേണ്ടത്. വിശുദ്ധ ഖുർആൻ ഈ ആശയമാണ് നമ്മുടെ മുമ്പിൽ നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. ആരെങ്കിലും എന്റെ ചര്യയെ പിന്തുടരുന്നുണ്ട് എങ്കിൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ പിന്തുടർന്നവൻ എന്നർത്ഥത്തിലല്ല, അവൻ എന്നെ സ്നേഹിച്ചവൻ ആണ് എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഫഖദ്, തീർച്ചയായും അവനാണ് എന്നെ സ്നേഹിച്ചിട്ടുള്ളത്. ഈ പദത്തിൽ ഭാഷാപരമായി ചേർന്ന് കിടക്കുന്നത് മറ്റൊന്നും ആ സ്നേഹത്തിന് കാരണമാവുകയില്ല എന്ന പദപ്രയോഗം കൂടിയാണ്. മറ്റെന്തെങ്കിലും നിങ്ങൾ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അത് പ്രവാചകൻ പഠിപ്പിച്ചതാണ് എങ്കിൽ അതിന്റെ ഭാഗമായി പരിഗണിക്കാം. അതല്ല എങ്കിൽ എന്നെ സ്നേഹിക്കുക എന്നതിന് അത് കാരണമായി വരുന്നില്ല. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവൻ എന്റെ കൂടെ സ്വർഗത്തിലായിരിക്കും എന്നത് നമുക്ക് കാണാൻ കഴിയും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയും മരിക്കുകയും ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ, ഇസ്ലാമിക അധ്യാപനത്തിന്റെ ആരംഭം കുറിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സന്ദർഭമാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരായ ആളുകൾ ഈ ദിനത്തെ, ഈ മാസത്തെക്കുറിച്ച് പറയുന്നിടത്ത് സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, പ്രവാചകന്റെ ജനനത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട് എങ്കിൽ പ്രവാചകന്റെ മരണത്തിൽ നിങ്ങൾക്ക് ദുഃഖവും ഉണ്ടാകേണ്ടതുണ്ട് എന്ന്. മനുഷ്യരെല്ലാവരും മരിച്ചു പോകും എന്ന് വിശ്വസിക്കാത്തവരായിരുന്നില്ല യഥാർത്ഥത്തിൽ പ്രവാചകന്റെ സ്വഹാബികളായ ആളുകൾ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വാള് ഉറയിൽ നിന്നെടുക്കുകയും ആരാണ് പ്രവാചകൻ മരിച്ചുപോയിട്ടുള്ളത് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ ശിരസ് ഈ വാളിന്റെ അഗ്രത്തിൽ ഞാൻ കൊയ്തെടുക്കുമെന്ന് പറഞ്ഞത് പ്രവാചകൻ മരിക്കരുത് എന്ന് മനസ്സിലാഗ്രഹിച്ചതുകൊണ്ടാണ്. പ്രവാചകൻ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് പ്രവാചകന് മരണം സംഭവിക്കുകയില്ല എന്ന് വിശ്വസിച്ചത് കൊണ്ടല്ല, മറിച്ച് അത്രമേൽ അഗാധമായ സ്നേഹവും അത്രമേൽ ഗാഢമായ ബന്ധവും നിലനിർത്തുമ്പോ മരണപ്പെട്ടു പോകുന്നത് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ആത്മബന്ധത്തെ അവർ വെച്ചു പുലർത്തിപ്പോന്നിരുന്നു എന്നതാണ്. പാട്ടുകളിലൂടെ പരിചയപ്പെടുക മാത്രമല്ല, ചരിത്രത്തിലൂടെ ബോധ്യപ്പെടുക കൂടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്ന് പറയുന്നത്. പ്രവാചകൻ മരിക്കുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു മനുഷ്യനായി വളർത്തുക മാത്രമല്ല, ജേതാക്കളായി, നേതാക്കളായി പരിഗണിക്കുന്നിടത്തേക്ക് കൊണ്ടുവരിക കൂടി ചെയ്തിട്ടുള്ളത് പ്രവാചകനായിരുന്നു. പ്രവാചകന്റെ ചൂടും ചൂരും ഇത്രമേൽ അനുഭവിച്ചിട്ടുള്ള, ജീവിതത്തിൽ യാതനകളും വേദനകളും അനുഭവിക്കേണ്ടി വന്നിട്ട് പോലും പ്രവാചകന്റെ അംഗീകാരത്തിന്റെയും പരിഗണനയുടെയും തണലിൽ ലോകത്തിന്റെ വാനത്തിലേക്ക് ഉയരുകയും ചെയ്തിട്ടുള്ള ഒരു മഹാമനീഷിയായിരുന്നു യഥാർത്ഥത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകന്റെ മരണത്തിനു ശേഷം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വാക്കുച്ചരിച്ചു ബാക്കി ബാങ്കിന്റെ ശകലങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഗദ്ഗദനായി തന്റെ ബാങ്കൊലി അവസാനിപ്പിക്കേണ്ടി വന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മക്കയുടെയും പരിസര പ്രദേശത്തിന്റെയും ഭാഗങ്ങളിൽ ഒരിക്കലും എനിക്ക് ഇനി ജീവിക്കാൻ കഴിയുകയില്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നത് പ്രവാചകൻ നടന്നുവരുന്ന, പ്രവാചകൻ തലോടുന്ന, പ്രവാചകൻ കഴുത്തിൽ കൈവെക്കുന്ന, പ്രവാചകൻ തോളിൽ കൈവെക്കുന്ന, പ്രവാചകന്റെ ശിക്ഷണം സ്വീകരിക്കുന്ന, പ്രവാചകന്റെ ചൂടും ചൂരും അനുഭവിക്കാൻ കഴിയുന്ന ഓരോരോ മാഘങ്ങളും മദീനയുടെ പരിസരത്ത്, മക്കയുടെ പരിസരങ്ങളിലുണ്ട്. പക്ഷേ അതൊക്കെ കാണുമ്പോ എന്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദനയും നോവും ഗദ്ഗദവുമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് മക്കയ്ക്കും മദീനയ്ക്കും സലാം പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നിർവഹിക്കാൻ വേണ്ടി മറ്റു നാടുകളിലേക്ക് പോവുകയാണ്. മനസ്സാഗ്രഹിച്ചിട്ടല്ല, പ്രവാചകനോടുള്ള ആത്മബന്ധത്തിന്റെയും പ്രവാചക പാത പിന്തുടരുന്ന സ്നേഹത്തിന്റെയും ഗാഢത കൊണ്ട് ഇനി ഈ ഒരു പരിസരത്ത് നിൽക്കാൻ കഴിയുകയില്ല എന്ന് സ്വയമേവ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അത് പ്രവാചക സ്നേഹമാണ്. ഭക്ഷണം കഴിക്കുന്നിടത്ത്, രാത്രി താമസിക്കുന്നിടത്ത്, നമസ്കരിക്കുന്നിടത്ത്, വുളുവെടുക്കുന്നിടത്ത്, കുടുംബജീവിതം നയിക്കുന്നിടത്ത്, ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയാവുന്ന എന്തെന്ത് കാര്യങ്ങളുണ്ടോ അവിടങ്ങളിലൊക്കെയും പ്രവാചകൻ എവിടെയാണ്, ഞാൻ എവിടെയാണ് എന്ന് പരിശോധിക്കലാണ് യഥാർത്ഥത്തിൽ റബീഉൽ അവ്വലിൽ നാം നിർവഹിക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത്. പ്രവാചകന ജീവിതത്തിൽ മതപരമായ ഒരു ബാധ്യതയായി സ്വീകരിക്കുന്നിടത്ത് ഞാൻ എത്രത്തോളം താൽപര്യം കാണിക്കുന്നുണ്ട് എന്ന് പരിശോധനാ വിധേയമാക്കുകയും പ്രവാചക സ്നേഹമെന്നത് റസൂലുള്ളയെ അനുധാവനം ചെയ്യുന്നതിലൂടെ, റസൂലുള്ളയുടെ ചര്യയെ പിന്തുടരുന്നതിലൂടെയാണ് പൂർത്തീകരിക്കുക എന്ന പ്രവാചക അധ്യാപനത്തെ ശിരസാവഹിക്കുകയും ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ അതാണ് നമ്മളോട് പറഞ്ഞത്. പ്രവാചകന്മാരെ പിന്തുടരുന്നതിനെക്കുറിച്ചും പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ചും വിശദീകരിക്കവേ സൂറത്തു ആറാഫിലെ 157 വചനത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നിർവഹിക്കേണ്ടത് ഫല്ലദീന ആമനൂ ബിഹി, അല്ലാഹുവിലും അല്ലാഹുവിന്റെ ദൂതനിലും നിങ്ങൾ വിശ്വാസമർപ്പിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ മുഅ്മിനുകളായി പരിഗണിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളെ വിശ്വാസികളുടെ കൂട്ടത്തിൽ പരിഗണിക്കണമെന്നുണ്ട് എങ്കിൽ വഅസ്സറൂ
ഒന്നാമതായി നിർവഹിക്കേണ്ട ബാധ്യത റബീഉൽ അവ്വലിൽ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും റബീഉൽ അവ്വലല്ലാത്ത സമയത്ത് പ്രവാചകനായി പരിഗണിക്കുമ്പോഴും അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമായ ഒരു വ്യക്തി അവന്റെ ജീവിതം ആരംഭിക്കുമ്പോഴും പ്രവാചകനോടുള്ള അവന്റെ ബാധ്യതയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ ഭാഗമാണിത്. അസ്സറു, പ്രവാചകനിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിനു ശേഷം പിന്നീട് അസ്സറു, പ്രവാചകന് ഫലം നൽകുന്നു, പ്രവാചകനെ ബഹുമാനിക്കുന്നു എന്നതാണ്. പ്രവാചകന് ഫലം നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? പ്രവാചകന്റെ അപദാനങ്ങൾ വാഴ്ത്തിപ്പുകഴ്ത്തുക എന്നതല്ല. പ്രവാചകന് വിട്ടേച്ചു പോയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് അതെന്റെ കയ്യിലുണ്ട് എന്ന് പെരുമ്പറയടിക്കുകയല്ല പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. മറിച്ച് പ്രവാചകന് ഫലം നൽകുക എന്നതാണ്. എന്റെ ഉപ്പ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഉപ്പയുടെ ചര്യക്കെതിരായി, ഉപ്പയുടെ മാതൃകക്കെതിരായി, ഉപ്പ ആദരിച്ചതിനെയും ബഹുമാനിച്ചതിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാതെ ജീവിച്ചാൽ ഞാൻ ഉപ്പയെ സ്നേഹിക്കുന്നവനാണ് എന്ന് പറയാൻ കഴിയുമോ എന്നാണ് പരിശോധനാ വിധേയമാക്കേണ്ടത്. ഉപ്പയുടെ അവദാനങ്ങൾ വാഴ്ത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ഉപ്പയുടെ മാതൃകയെ പിന്തുടരാൻ ഒരാൾക്ക് കഴിയുമ്പോഴാണ് എന്റെ പിതാവിനോടുള്ള സ്നേഹം എന്നിലുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത്. ശക്തി പകരുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശത്തെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ് അതിന്റെ അർത്ഥം. വനസറു, രണ്ടാമത്തെ ബാധ്യത അള്ളാഹുവിന്റെ പ്രവാചകനെ സഹായിക്കുക എന്നതാണ്. പണം കൊടുത്തു സഹായിക്കാൻ സഹാബീവര്യരായ ആളുകൾ തയ്യാറായപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ദീനിനെ സഹായിക്കണം എന്ന കാര്യമായിരുന്നു. ദീനിനെ സഹായിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് സഹായിക്കണം, അവന്റെ സമ്പത്ത് കൊണ്ട് സഹായിക്കണം. ബിഅംവാലിക്കും വഅൻഫുസിക്കും, സമ്പത്തും അതേപോലെ തന്നെ ശരീരവും കൊണ്ടാണ് ദീനിനെ സഹായിക്കേണ്ടത്. സമ്പത്ത് കൊണ്ട് ദീനിനെ സഹായിക്കുന്നവരാണോ നമ്മൾ? ശരീരം കൊണ്ട് ദീനിനെ സഹായിക്കുന്നവരാണോ നമ്മൾ? എങ്കിൽ പ്രവാചക സ്നേഹം നമ്മളിലാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അവസാനമായി ഖുർആൻ പറഞ്ഞു, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, അല്ലാഹുവിങ്കിൽ നിന്ന് അവതീർണമായിട്ടുള്ള ദിവ്യപ്രകാശത്തെ, വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തെ കൃത്യമായി പിന്തുടരുന്ന, അനുധാവനം ചെയ്യുന്ന അവസ്ഥ നിങ്ങളിലുണ്ട് എങ്കിൽ ആ ആളുകളാണ് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം വരിച്ചിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, പ്രവാചകന്റെ ചര്യയെ ജീവിതത്തിൽ പിന്തുടരുക, അഥവാ ഹുബ്ബുർ റസൂൽ പ്രകടിപ്പിക്കുക. എങ്ങനെയാണ് ഹുബ്ബുർ റസൂൽ? അശ്ഹദു, പ്രവാചകന്റെ ജീവിതത്തിന് ഞാൻ സാക്ഷിയാണ്, എന്റെ ജീവിതത്തിലൂടെ അത് മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ കഴിയും പ്രകാരം മാതൃകാപരമായി ഞാൻ ജീവിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു, ജീവിക്കുകയും ചെയ്യുന്നു. വഅസ്സറു, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും അതുവഴി പ്രവാചക അധ്യാപനങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക. വനസറു, ശരീരം കൊണ്ടും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ടും അല്ലാഹുവിന്റെ ദീനിന് ശക്തി പകരുകയും സഹായിക്കുകയും ചെയ്യുക. വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി ആ പ്രകാശത്തെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുക. അപ്പോഴാണ് വിജയം വരിക്കാൻ കഴിയുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്ന പ്രവാചക സ്നേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ സ്നേഹിക്കുന്നവരാണ് പ്രവാചകന്റെ കൂടെ സ്വർഗാവകാശികളായി മാറുന്നത്. അല്ലാഹു നമ്മേവരെയും സ്വർഗാവകാശികളായി പരിഗണിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ സ്വല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി വറസൂലിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിലെ ഏതൊരു കാര്യത്തിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത അത് കാലവ്യത്യാസമില്ലാതെ പിന്തുടരാൻ കഴിയും എന്നതും മാറ്റമുണ്ടാവുകയില്ല എന്നതുമാണ്. പ്രവാചകൻ മരിച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് 1500 വർഷങ്ങൾ പിന്തുടർന്നിട്ടുണ്ട്. ഈ 1500 വർഷങ്ങൾക്കിപ്പുറത്ത് ഈ മദീന മസ്ജിദിൽ നമ്മൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് മുസ്ലിങ്ങൾ ജീവിക്കുമ്പോൾ, മതപരമായ ഏതു കാര്യത്തിലാണ് വ്യത്യാസം ഉള്ളത് എന്നൊന്ന് പരിശോധിക്കുക.
നമസ്കാരത്തിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല. വുളൂ എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ കർമ്മശാസ്ത്രപരമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലല്ല, അതിന്റെ അടിസ്ഥാന രൂപത്തിൽ എവിടെയെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഇല്ല. നമസ്കാരത്തിലില്ല, സക്കാത്തിലില്ല, നോമ്പിലില്ല, ഇവിടങ്ങളിൽ എവിടെയും ഒരു മാറ്റവും കാണാൻ കഴിയില്ല. എന്നാൽ എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്റെ വസ്ത്രം, എന്റെ വാഹനം, എന്റെ ജീവിതം, എന്റെ വീട്, ഇവിടെയൊക്കെ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ ഇസ്ലാമികപരമായ രീതിയിൽ അനുവദിക്കപ്പെട്ട മാറ്റങ്ങൾ കൂടിയാണ്. പക്ഷെ മതപരമായി ആചരിച്ചു പോകേണ്ട ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അളവ് വ്യത്യാസത്തെ നമുക്ക് കാണാൻ കഴിയൂല. എന്തുകൊണ്ട് കഴിയൂല? അൽ യൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചു. അവിടെ അവസാനത്തെ ആണിയടിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് പടച്ചു തമ്പുരാൻ. ഇനി അതിലേക്കൊന്നും ചേർക്കുകയും പറ്റില്ല, ഇനി അതിൽ നിന്നൊന്നും ഒഴിവാക്കുകയും പറ്റൂല. ചേർക്കാനും ഒഴിവാക്കാനും പറ്റൂലെങ്കിൽ ഒരു കാര്യം അതേപോലെ പിന്തുടർന്നു പോകും എന്നർത്ഥം. അതിനെയാണ് സുന്നത്ത് എന്ന് പറയുന്നത്, അതിനെയാണ് ദീന് എന്ന് പറയുന്നത്. എന്നാൽ ദീനിലേക്ക് ചേർന്ന് വന്നതിനോ കാലാനുസൃതമായി വ്യത്യാസങ്ങളുണ്ടാകും, മാറ്റമുണ്ടാകും. വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഓരോ പള്ളിയിലും ഓരോ കോലത്തിലായിരിക്കും, ഓരോ നാട്ടിലും ഓരോ കോലത്തിലായിരിക്കും, ഓരോ തരത്തിലും ഓരോ രീതിയിലായിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന നബിദിനം ലോകത്തെല്ലായിടത്തും ഒരേ മാതിരിയാ? നമ്മളെ മഹലിലെ വിവിധ പള്ളികളിൽ നടക്കുന്നത് ഒരേപോലെയാ? കഴിഞ്ഞ കൊല്ലം നടന്ന പോലെ ഇക്കൊല്ലം നടക്കണേ? ഇക്കൊല്ലം നടന്ന പോലെ അടുത്തൊല്ലം നടക്കാനിരിക്കണത് അല്ല. എത്രയെത്ര മാറ്റങ്ങളുണ്ടായി. ദീനിൽ ഇങ്ങനെ മാറി വരുന്ന ഏതെങ്കിലും ഒരു അമലു സാലിഹാത്തിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഏതെങ്കിലും ഒരു അമലു സാലിഹാത്തിനെ, ചെറുതോ വലുതോ ആകട്ടെ, മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന അമലു സാലിഹാത്തിനെ എടുത്തോളിയും. എവിടെയെങ്കിലും ഒരു മാറ്റം കാണാൻ കഴിയൂല. കാരണം ബിദ്അത്തുകൾ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കും, കാലാനുസൃതമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ബിദ്അത്തിന്റെ രീതി. ആ ബിദ്അത്തിനെ വർജിക്കണം എന്നതാണ് ഇസ്ലാമിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്. രണ്ട്, ഒരു മനുഷ്യൻ ബിദ്അത്താണ് എന്ന് മനസ്സിലാക്കി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്മാറാനുള്ള തൗബ ഉണ്ടാകും. അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു തൗബ, ഒരു പശ്ചാത്താപ മനസ്സുണ്ടാകും. എന്നാൽ ഇത് മഹത്തായ ഒരു അമലു സ്വാലിഹാത്താണ് എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോഴോ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അത് വരൂല. ഒരു ഘട്ടത്തിലും അത് വരൂല. ഏതെങ്കിലും ഒരു സമയത്ത് പടച്ചോനെ, നബിദിനവുമായി ബന്ധപ്പെടുത്തി ഞാൻ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത് തെറ്റാണെങ്കിൽ എനിക്ക് പുറത്തിരണേ എന്നൊരു പ്രാർത്ഥന വരുമോ? വരൂല. വുളു എടുക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും കൂടുതലോ കുറവോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോനെ പൊറുക്കണേ എന്ന് നമ്മൾ പറയും. അതിനപ്പുറത്ത് അതൊരു തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോഴേ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാവുകയുള്ളൂ. കേരളത്തിലെയോ ലോകത്തിലെയോ മുസ്ലിം സംഘടനകൾക്കിടയിലോ മുസ്ലിം പ്രസ്ഥാനങ്ങൾക്കിടയിലോ മുസ്ലിം കക്ഷികൾക്കിടയിലോ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിദിനം എന്ന് പറയുന്നത്. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ല. തൊട്ടപ്പുറത്ത് മഞ്ചേരിയിലെ ആ പള്ളിയിലെ ഖത്തീബ് പറഞ്ഞത് അതെങ്കിലും മഞ്ചേരിക്കാരായ ആളുകൾക്ക് എടുത്തുകൂടെ? എന്തേ പറഞ്ഞത്? ഇത് ശരിയാണെന്നാണോ പറഞ്ഞത്? അല്ലല്ലോ, ഇത് തെറ്റാണെന്നാണല്ലോ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ ഇത് തെറ്റായി പരിഗണിക്കേണ്ട, ബിദ്അത്തായി വർജിക്കേണ്ട, ഉപേക്ഷിക്കേണ്ട, നരകത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണിത്. അവിടെ നമ്മൾ ന്യായങ്ങൾ പറഞ്ഞുകൂടാ. ആ ന്യായങ്ങൾ ഒരുപക്ഷെ അത് ശരിയാണോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യവും ശരിപ്പെടുത്താൻ ന്യായങ്ങൾ കൊണ്ടുവരാൻ കഴിയും. പക്ഷെ ദീനിൽ അള്ളാന്റെ റസൂല് നടപ്പിലാക്കാത്തൊരു കാര്യത്തെ എങ്ങനെയാ ഞാൻ ന്യായം പറഞ്ഞ് അവതരിപ്പിക്കുക? അള്ളാന്റെ റസൂലിനെ കുറിച്ച് നല്ല കാര്യം പറയുന്നത് തെറ്റാണോ? അല്ല. ഇങ്ങനെ ഓരോന്ന് എടുത്താൽ അത് തെറ്റായി തീരൂല. ഒരു പോലീസുകാരനോട് ഒരാൾ ചോദിച്ചില്ലേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അയാളൊരു തെങ്ങിൽ കയറി ഒരു തേങ്ങ ഇട്ടതിന്റെ പേരിൽ അയാളെ കുറ്റക്കാരനായി പരിഗണിച്ച് കൊണ്ടുപോയത്. അയാൾ ചോദിച്ചു, തെങ്ങ് കയറുമ്പോൾ തെറ്റാണോ? തെറ്റല്ല. തേങ്ങ ഇടുന്നത് തെറ്റാണോ? തെറ്റല്ല. തേങ്ങ താഴത്ത് വീഴുന്നത് തെറ്റാണോ? തെറ്റല്ല. താഴത്ത് വീണ തേങ്ങ എടുക്കല് തെറ്റാണെന്ന് ഏതെങ്കിലും നിയമത്തിലുണ്ടോ? ഇല്ല. ഞാൻ ആ തേങ്ങ എടുത്തു, എന്താ വലിയ തെറ്റ്? ഒരു തെറ്റും സംഭവിച്ചില്ല. പക്ഷെ അത് എന്റെ തെങ്ങല്ല എന്നാണ്. അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. അവനവന്റെ തെങ്ങിൽ കയറി തേങ്ങിടുന്നതൊക്കെ
ഇതോ ദീനിലില്ലാത്തൊരു കാര്യത്തെ നിർവഹിക്കുമ്പോ അവിടെ അത് ശരിയാണോ, ഇത് ശരിയാണോ, അപ്പുറം ശരിയാണോ, ഇപ്പുറം ശരിയാണോ എന്ന് ആലോചിച്ചാൽ അത് പിടുത്തം കിട്ടാത്തൊരു വിഷയമാണ്. മൂന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു കാര്യം ചര്യയായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഖലീഫമാരുടെ ഭരണം അവസാനിപ്പിക്കുന്നത് 30 ചില്ലാനം വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന്റെ 30 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. ഈ 30 കൊല്ലത്തിൽ 30 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോകണ്ടേ? ഈ 30 റബീഉൽ അവ്വലിൽ എന്തു ചെയ്തു അവര് കാണേണ്ടതില്ലേ? ഇസ്ലാമിക ചരിത്രത്തിൽ എത്ര കൃത്യമായി ജൂതന്മാരായ ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് കടത്തിക്കൂട്ടിയിട്ടുള്ള അപഭ്രംശങ്ങൾ എത്ര ശക്തമാണ്. അവിടങ്ങളിൽ പോലും രേഖപ്പെട്ട് കിടക്കുന്നില്ല. അവരാരും ഇത് പരിചയമില്ലാത്തൊരു സംഗതിയാണ്. ശേഷം ഇമാം ബുഖാരി റഹ്മഹുല്ല മരണപ്പെടുന്നത് റസൂലുള്ള മരിച്ചതിന് ശേഷം 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാ, 300-ലധികം വർഷം കഴിഞ്ഞിട്ടാ മരണപ്പെട്ടു പോകുന്നത്. അവർക്ക് പരിചയം ഉണ്ടാകണ്ടേ? ഇമാം ഷാഫിയുടെ ജീവിതത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രമേൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു മഹാപണ്ഡിതനും ഒരു മദ്ഹബിന്റെ ഇമാമുമാണ് ഇമാം ഷാഫി റഹ്മഹുല്ല. എത്രയെത്ര പുസ്തകങ്ങളാണ് എഴുതിയത്. ഈ പള്ളിയുടെ ഒരു തലക്കൽ നിന്ന് ഈ തലക്കൽ വരെ വെക്കാൻ പറ്റാവുന്ന ഇസ്ലാമിക പാഠങ്ങളുടെ കൂമ്പാരം കണക്കയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാമനുഷ്യനാണ് ഇമാം ഷാഫി റഹ്മഹുല്ല. ഒരക്ഷരം നബിദിനത്തെക്കുറിച്ച് ഇമാം ഷാഫി പറഞ്ഞില്ല. ഇമാം ഇബ്നു ഹനീഫ അബൂ ഹനീഫ പറഞ്ഞില്ല. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹി ഇല്ല. റസൂലുള്ളയുടെ ഹദീസുകളെ ലോകത്തിനു വേണ്ടി പരിചയപ്പെടുത്തുന്നതിന് ദീർഘമായി സേവനം ചെയ്തിട്ടുള്ള ലോകത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഹദീസിന്റെ വിഷയത്തിൽ ഏറ്റവും ശക്തമായി അവലംബിക്കുന്ന, ഏറ്റവും ശരിയെന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിൽ 1-ാം സ്ഥാനത്ത് പരിഗണിക്കുന്ന പുസ്തകമാണ് ഇമാം ബുഖാരിയുടെ പുസ്തകം. ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ എവിടെയെങ്കിലും ഒരു അക്ഷരം ഇന്ന് നമ്മൾ കാണുന്ന നബിദിനവുമായി ബന്ധപ്പെടുത്തി രേഖപ്പെട്ട് കിടക്കുന്നുണ്ടോ? കിടക്കുന്നില്ല. ഇമാം മുസ്ലിമിന്റെ ശറഹ് മുസ്ലിമിൽ, ഇമാം നബവിയുടെ ഗ്രന്ഥങ്ങളിൽ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫിയുടെ ഗ്രന്ഥങ്ങളിൽ ഇവിടെ എവിടെയും കാണുന്നില്ല. സലഫ് സാലിഹീങ്ങളായി പരിചയപ്പെടുത്തുന്ന റസൂലുള്ള പറഞ്ഞിട്ടുള്ള 3 നൂറ്റാണ്ടുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന പുസ്തകങ്ങൾ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം, അതാണ് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം, ക്രോഡീകൃതമായ ഹദീസ് ഗ്രന്ഥം. പ്രവാചകന്റെ ചരിത്രത്തെയും ഇസ്ലാമിക ചരിത്രത്തെയും ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ചരിത്ര പുസ്തകം ഇമാം തൊബരിയുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടേണ്ടതില്ലേ? കിട്ടുന്നില്ല. പിന്നെ ആര് കൊണ്ടുവന്നു? 300 വർഷങ്ങൾക്ക് ശേഷം മുളഫർ എന്ന് പറയുന്ന രാജാവ് നടപ്പിലാക്കിയ ഒരു കാര്യം പിന്നീട് തലമുറകളായി അതിന്റെ വകഭേദങ്ങളിലൂടെ വിവിധ രൂപത്തിലേക്ക് പോന്നു എന്നർത്ഥം. സഹോദരങ്ങളെ, മുസ്ലിം പള്ളികളിൽ അറബിയിൽ ഖുതുബ നിർവഹിക്കുന്ന പള്ളികളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖുതുബയുണ്ട്. ഇബ്നു നബാത്തത്തുൽ മിസ്രിയ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ ഖുതുബയാണത്. നബാത്തത്തുൽ മിസ്രിയ. മഞ്ചേരിക്കാരായ ആളുകൾക്ക് 2 മിനിറ്റ് നടന്നാൽ തിരൂരങ്ങാടി ബുക്ക് സ്റ്റാൾ കാണാം. അവിടെ പോയാൽ ഒരുപക്ഷെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലാഹു ആലം, നബാത്തി ഖുതുബയുടെ മലയാള പരിഭാഷ വാങ്ങാൻ കിട്ടും. ഒരക്ഷരം റബീഉൽ അവ്വലുമായി ബന്ധപ്പെടുത്തി നബിദിനത്തെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. റമളാൻ മാസത്തിൽ ഖുതുബ പറയണ എന്തിനെ പറ്റിയാ? നിസ്കാരത്തെ പറ്റിയാ? റമളാൻ മാസത്തിൽ നിസ്കാരത്തെ പറ്റി പറയോ? ഒരു രാഷ്ട്രീയക്കാരനായ ഒരാള് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ അയാൾ രാഷ്ട്രീയത്തെക്കുറിച്ച് മിണ്ടൂലേ? രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെ പറയുള്ളൂ. നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ സംഭവത്തെക്കുറിച്ചല്ലേ ചർച്ച വരേണ്ടത്. ഖുതുബ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന വിഷയമാണ്. ആ ഉത്ബോധിപ്പിക്കുന്ന വിഷയത്തിൽ കാലാനുസൃതമായി ഓരോരോ സന്ദർഭങ്ങളിലും ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണല്ലോ ഇസ്ലാമിന്റെ സിസ്റ്റം. അങ്ങനെയാണല്ലോ. പ്രവാചകനെ കുറിച്ച് ഞാൻ എന്തുകൊണ്ട് പറയുന്നു? റബീഉൽ അവ്വലിന്റെ പരിസരത്തിൽ പ്രവാചക സ്നേഹത്തിന്റെ കാര്യങ്ങൾ അവിടെയും ഇവിടെയും നടക്കുന്നു. റമളാൻ മാസത്തിൽ റമളാനിനെ കുറിച്ച് പറയുന്നു. അങ്ങനെയാണെങ്കിൽ റബീഉൽ അവ്വലിൽ ഇബ്നു നബാത്തത്തുൽ മിസ്രിയ എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തിയിട്ടുള്ള, റസൂലുള്ളയുടേതല്ല, പിൻകാലത്ത് വന്നിട്ടുള്ള ഒരു പണ്ഡിതന്റെ ഖുതുബയാണ് അറബിയിൽ ഉച്ചരിക്കാറുള്ളത്. ആ അറബിയിൽ 4 ഖുതുബകൾ
റബീഉൽ അവ്വൽ മാസത്തിൽ ഉണ്ടല്ലോ. ആ 4 ഖുത്ബയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നബിദിനത്തിന്റെ ഭാഗങ്ങളുമായി കണക്ട് ചെയ്ത ഒരക്ഷരം ഇല്ല. പിന്നെ എവിടുന്ന് വന്നു? പിൻകാലത്ത് വന്നു എന്ന് മാത്രമല്ല, ആളുകളെ ഇതിലേക്ക് ആവേശഭരിതമായി ചേർക്കുകയും നിങ്ങൾ ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ അമൽ സ്വാലിഹാത്തായി പരിഗണിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോ പണ്ഡിതന്മാരായ ആളുകൾ മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളെ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൗരോഹിത്യം റുഹ്ബാനിയത്ത് മെല്ലെ മെല്ലെ കൊണ്ടുപോവുകയാണ്. കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടുന്നു. ഇന്നാണല്ലോ കണക്കനുസരിക്കാതെയോ നബിദിനമെന്ന് കലണ്ടറിൽ ഇന്നാണല്ലോ രേഖപ്പെടുത്തി മഴ പെയ്യുമ്പോ നാളത്തേക്ക് മാറ്റിവെക്കണം. അങ്ങനെ ഒരു ദീനുണ്ട് കൂട്ടരെ. പെരുന്നാളിന് എല്ലാവർക്കും ഒഴിവൊന്നുമില്ല, ആകെ കൂടി മഴയാണ്, തൽക്കാലം നമുക്ക് മറ്റന്നാക്കാന്ന് പറയുന്ന ഒരു പരിപാടി ദീനിൽ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരും. നബി ദിനം കഴിഞ്ഞു, നബി ആഴ്ച കഴിഞ്ഞു, നബി മാസവും കഴിഞ്ഞു, അയാൾക്ക് ഒഴിവ് കിട്ടിയില്ല, ഇയാൾക്ക് ഒഴിവ് കിട്ടിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു മാസത്തേക്ക് മാറ്റാൻ പറ്റുന്ന അങ്ങനെ മാറി മാറിപ്പോകുന്ന ഒരു സംഗതി ദീനിൽ അമൽ സാലിഹാത്തായി പരിഗണിക്കാൻ കഴിയില്ലല്ലോ. അവനവന്റെ യുക്തിബോധം കൊണ്ട് പോലും തിരിച്ചറിയാൻ കഴിയാം ഇതിന്റെ തെറ്റുകൾ എവിടെ കിടക്കുന്നു എന്ന കാര്യം. ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നു, മുസ്ലിം സമൂഹത്തിലെ കക്ഷി വ്യത്യാസങ്ങളിൽ കക്ഷിയായി കടന്നു വരുന്ന ഒരു വിഷയമേ അല്ല നബിദിനം എന്ന് പറയുന്നത്. പക്ഷേ അത് അല്ലാഹുവിന്റെ റസൂലുമായി ദീനുമായി ബന്ധമുള്ളൊരു വിഷയമാണ്. നമ്മളുടെ ആലോചനകളിൽ, നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ അന്വേഷണങ്ങളിൽ ഈ വിഷയത്തെ ഗൗരവത്തിൽ പഠനം നിർവഹിച്ചുകൊണ്ടിരിക്കുക. ആ ഗൗരവത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള നബിദിനത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു പോകുന്ന പുസ്തകങ്ങളിൽ, നബിദിനത്തിന്റെ പ്രാധാന്യങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകത്തിൽ പോലും റസൂലുള്ളാഹി ചെയ്തതായി കാണുന്നില്ല, റസൂലുള്ളാഹിയുടെ ഭാര്യമാർ ചെയ്തതായി കാണുന്നില്ല, നമ്മുടെ ഉമ്മമാർ ചെയ്തതായി കാണുന്നില്ല, 4 ഖലീഫമാരായ ആളുകൾ ചെയ്തതായി കാണുന്നില്ല, മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്തതായി കാണുന്നില്ല, പൂർവീക സൂരികളായി മുസ്ലിം സമൂഹം കൃത്യമായി അനുധാവനം ചെയ്യുന്ന മഹാപണ്ഡിതന്മാര് അവർ ചെയ്തിട്ടുള്ളതായി കാണാൻ കഴിയുന്നില്ല. 1, 2, 3 നൂറ്റാണ്ടുകളിലെ മഹാമനീഷകളായി കടന്നുപോയിട്ടുള്ള ആളുകൾ ചെയ്തതായി കാണുന്നില്ല. 300 വർഷം കഴിഞ്ഞതിന് ശേഷം ഏതോ ഒരു രാജാവ് അയാൾ ദീനിൽ തൽപരനല്ല എന്ന് ജനങ്ങൾ പറഞ്ഞു വരത്തിയപ്പോ കിടക്കട്ടെ ഒരു പരിപാടി എന്ന നിലക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വിഷയത്തെ ഇത്രമേൽ ദീനിന്റെ ഏറ്റവും മഹത്തായ ഒരു കാര്യമായി പരിഗണിച്ചു പോകുമ്പോ നമ്മളവിടെ ഗൗരവത്തോടുകൂടി നമ്മുടെ ദീന് തകരുമോ ഇല്ലയോ എന്ന കാര്യം പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട്. ആ പരിശോധനയിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഇതായിരിക്കണം: രാവിലെ എഴുന്നേറ്റ് സുബഹിയുടെ ബാങ്ക് കേട്ട് പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിച്ചിട്ടുള്ള ആളുകൾ ഏതാണ്ട് യാത്ര ചെയ്തിങ്ങനെ വരുന്ന സമയത്ത് ഒരു 500ഓളം അല്ലെങ്കിൽ അത്രയധികം വരുന്ന ആളുകൾ ക്യൂവിൽ നിന്ന് നബിദിനത്തിന്റെ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു മഹല്ലിലെ ആളുകൾ, ആ മഹല്ലിലെ മുഴുവൻ മനുഷ്യന്മാരും അന്ന് സുബഹിക്ക് പള്ളിക്കുണ്ടായിട്ടുണ്ടാവോ? കുട്ടികളാണ് മാറ്റിയളി. അള്ളാന്റെ റസൂലിനോട് മഹബത്തും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരാള് സുബൈക്ക് പള്ളിക്ക് വരാതെ 8 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി അങ്ങനെയാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ വൈരുദ്ധ്യം? നമ്മൾ റസൂലുള്ളാഹിന്റെ ചര്യ പിന്തുടരുക. ആ ചര്യ പിന്തുടരുകയാണ് പ്രവാചക സ്നേഹത്തിന്റെ മാതൃക. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും സത്യത്തിൽ